മനുഷ്യജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരുടേത് വിലമതിക്കാനാകാത്ത സേവനം തന്നെയാണ്. അടിയന്തര സാഹചര്യത്തിൽ മാലാഖമാരായി മാറുന്നവരാണവർ. ഡൽഹി എയർപോർട്ടിൽ ഹൃദയാഘാതം വന്ന 60-കാരനെ ഡോക്ടർ കൂടിയായി യുവതി രക്ഷിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. എത്ര അനുഗ്രഹമായത് നമുക്കുള്ള ഉത്തരവാണ്. ഇന്നൊത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നു, ഇന്നൊത്തിരി തടസ്സങ്ങൾ ഒക്കെ മാറുമെന്നാണ് നമ്മളോട് പുലർച്ചെ യേശു അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അർജുൻ, ഇങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി കാണാൻ പറ്റാത്ത സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് ആലോചിച്ച് പോകുന്ന പല സന്ദർഭങ്ങളും എല്ലാവരും ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ട് കൂടിയാണ്. ഈ വീഡിയോയ്ക്ക് ശേഷം എന്താണ് ഉണ്ടായത്, അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഉജ, തീർച്ചയായിട്ടും അടിയന്തരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ കൺമുമ്പിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഡൽഹി എയർപോർട്ടിലെ രണ്ടാമത്തെ ടെർമിനലിലുണ്ടായ ഒരു സംഭവമാണ്. ഈ 60 വയസ്സ് പ്രായമുള്ള ഒരു വയോധികൻ, അദ്ദേഹം അറ്റാക്ക് മൂലം നിലത്ത് വീഴുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പൾസ് ഇല്ലാതാകുന്നു, പൾസ് നഷ്ടമാകുന്നു. അങ്ങനെയാണ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന യുവതി, അവർ ഡോക്ടറാണ്, പെട്ടെന്ന് ആ പരിസരത്തേക്ക് വരികയും CPR നൽകിക്കൊണ്ട് 5 മിനിറ്റിനകം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വീണ്ടും തുറപ്പിക്കുന്നു. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. പിന്നെ എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്, ഈ വനിതാ ഡോക്ടർ അവരാരും തന്നെ ആയിക്കോട്ടെ, അവരെ അറിയുന്ന, നേരിട്ടറിയുന്ന കുറച്ച് പേർക്കല്ലാതെ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ച ആർക്കും തന്നെ, അല്ലെങ്കിൽ ഇത്രത്തോളം വൈറലായി ഈ സമൂഹ മാധ്യമ ലോകത്തെ മറ്റാർക്കും, ഇവരെ നേരിട്ട് പരിചയമില്ലാത്ത ആർക്കും ഇവരാരാണെന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ചും ഈ ദൃശ്യത്തിൻ്റെ, ഈ വീഡിയോൻ്റെ ക്യാപ്ഷൻ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാക്സിമം ഷെയർ ചെയ്യുക, അവരാരാണ് എന്നുള്ള കാര്യം അറിയണം, അവർ അംഗീകരിക്കപ്പെടണം. പ്രത്യേകിച്ചും ഇതുപോലെ ഒരു കാര്യം ചെയ്യുക, ഒരു സേവനം ചെയ്യുക, അതിലൊരാളുടെ ജീവൻ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ്. അവരാരാണെങ്കിലും അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, അവർ തിരിച്ചറിയണം, അവളെ ആളുകൾ അംഗീകരിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആ വ്യക്തി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വീഡിയോ അദ്ദേഹം പങ്കുവെക്കുന്നത്. അത് ഇതിനോടകം തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, വലിയ രീതിയിൽ വൈറലായിട്ടുമുണ്ട്. നിലവിൽ വലിയ രീതിയിൽ ഈ ഡോക്ടർ ആരാണോ അവർക്ക് അംഗീകാരങ്ങളുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് അവരെ നേരിട്ടറിയാത്ത ആർക്കും അവരാരാണ് എന്നുള്ള കാര്യം, അവരുടെ ഐഡന്റിറ്റി ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. ഒരു റാൻഡം പാസഞ്ചർ ആയിരുന്നു, കൺമുമ്പിൽ വന്നൊരു അപകടം, ഒരു പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം, അതിനെ വേണ്ട വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ താൻ പഠിച്ചത് എന്താണോ, അല്ലെങ്കിൽ തന്നെ ആയാലും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ടും അവർക്ക് കൃത്യസമയത്ത് ഇടപെടാനായതുകൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ശരി അർജുൻ, എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങളും കൂടി ചെയ്യുക എന്നുള്ളത്